ഹമാസിന് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അധികാരത്തിലെത്തും മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഞാൻ ഓഫീസിലെത്തുമ്പോഴേക്കും അവർ തിരിച്ചെത്തിയിരിക്കണം, ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എല്ലാ നരകങ്ങളും പൊട്ടിപ്പുറപ്പെടും. അത് ഹമാസിന് നല്ലതല്ല, അത് ആർക്കും നല്ലതല്ല. എല്ലാ നരകങ്ങളും പൊട്ടിത്തെറിക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. 2023 ഒക്ടോബർ 7 ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. വെടിനിർത്തലും തടവുകാരുടെ കൈമാറ്റ ചർച്ചയും ദോഹയിൽ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി അമേരിക്ക മാസങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ദിമോചന ചർച്ചകൾ വീണ്ടും തുടങ്ങാനിരിക്കെയാണ് അനവസരത്തിൽ ട്രംപിൻ്റെ പരാമർശം. അത് ഹമാസിനെ പ്രകോപിപ്പിക്കുമോ എന്ന ആശങ്കയാണുള്ളത്. ബന്ദിമോചനം നീളുന്നതിൽ ഇസ്രായേലിലും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടയിൽ ഗസയിൽ അതിശൈത്യം തുടരുന്നു. കൊടും തണുപ്പിൽ നവജാത ശിശുക്കൾ മരിക്കുന്നതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച വരെ 8 നവജാത ശിശുക്കൾ ശൈത്യം കാരണം മരിച്ചുവെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം തുടരുകയാണ്. അതിനൊപ്പമാണ് അതിശൈത്യം കൂടി മേഖലയിൽ പിടിമുറുക്കുന്നത്. ഗസയിലെ കുറഞ്ഞ താപനിലയും ക്യാമ്പിലെ വീടുകളിൽ താപനില ക്രമീകരിക്കാനുള്ള സൗകര്യമില്ലാത്തതുമാണ് കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അധികൃതർ പറയുന്നു. ശൈത്യം തുടങ്ങിയതോടെ ഗസയിൽ താപനില ഏറ്റവും താഴ്ന്ന നിലയിലായി. അഭയാർത്ഥി ക്യാമ്പിലടക്കം താപനില ക്രമീകരിക്കാനുള്ള സൗകര്യമില്ല. തണുപ്പ് സഹിക്കാനാവാതെ കുഞ്ഞുങ്ങളും പ്രായമായവരും മരണഭീതിയിലാണ് കഴിയുന്നത്. അതേസമയം ഗസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതുവരെ 45,800-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 2023 ഒക്ടോബറിലാണ് ഇസ്രായേലിന് നേർക്ക് ഹമാസിൻ്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കിയവരെ എല്ലാവരെയും മോചിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കിയവരെ എല്ലാവരെയും മോചിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബന്ദിമോചനം വൈകുന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയരുന്നത്. അതിനിടയിലാണ് എരുതിയിൽ എണ്ണയൊഴിച്ച് ഒരു വീഡിയോ ഹമാസ് പുറത്തുവിട്ടത്. ബന്ദികളിൽ ഒരാളിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. സൈനികനായ ലിറി അൽബാഗിൻ്റെ വീഡിയോ ആണ് പുറത്തുവിട്ടത്. 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണിത്. തൻ്റെ മോചനം ഉറപ്പാക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ഹീബ്രു ഭാഷയിൽ ആവശ്യപ്പെടുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്നാണെന്ന് വ്യക്തമല്ല. ഗസ അതിർത്തിയിലെ നഹാൽ ഓസ് താവളത്തിൽ നിന്നാണ് ഹമാസ് അൽബാഗിനെ പിടികൂടിയത്. അൽബാഗിൻ്റെ കൂടെ പിടികൂടിയ 6 സൈനികരിൽ 5 പേർ നിലവിൽ ഹമാസിൻ്റെ തടവിൽ തുടരുകയാണ്. വീഡിയോ പുറത്തു വന്നതോടെ ബന്ദിമോചന ആവശ്യം ഇസ്രായേലിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു. ഏറെ വൈകാരികമായ പ്രതികരണവുമായി ബന്ദികളുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നു. അതോടെ ബന്ദികളെ നാട്ടിലെത്തിക്കാൻ ഇസ്രായേൽ പരിശ്രമം തുടരുകയാണെന്ന മറുപടിയുമായി നെതന്യാഹു രംഗത്ത് വന്നു. ഇസ്രായേലികളെ ദ്രോഹിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നെതന്യാഹു നൽകി. വീഡിയോ പുറത്തുവിട്ടത് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനാണെന്നാണ് വിലയിരുത്തൽ.